ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലേൻ. നിശബ്ദമായ രാത്രിയിൽ തെളിഞ്ഞ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ എണ്ണമറ്റ നക്ഷത്രങ്ങൾ മിന്നിമിനുങ്ങുന്നത് കാണുവാനായി നമുക്ക് സാധിക്കും. അവയെല്ലാം നമ്മളിൽ നിന്നും എത്രയോ അകലെയുമാണ്. ഈ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ തൊട്ടരികിലാണെങ്കിലോ ഭൂമിയിൽ നിന്നും വെറും 2 പ്രകാശവർഷങ്ങൾ മാത്രം അകലെ. അങ്ങനെയെങ്കിൽ നമ്മുടെ രാത്രി ആകാശങ്ങൾ പൂർണ്ണചന്ദ്രനേക്കാൾ അനേകം മടങ്ങ് പ്രകാശമുള്ളതായി മാറുകയും അർദ്ധരാത്രി പോലും നമുക്ക് വ്യക്തമായ വെളിച്ചവും ലഭിക്കുകയും ചെയ്യും. ഈയൊരു സാധ്യത നമുക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം. കാരണം നമ്മുടെ സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം പോലും ഏകദേശം 4 പ്രകാശവർഷങ്ങൾക്കും അകലെയാണ്. അപ്പോൾ 2 പ്രകാശവർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടാകുക എന്നത് അസാധ്യമായ ഒന്നുമായിരിക്കുമല്ലോ. എന്നാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ചിലയിടങ്ങളിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അവയാണ് സ്റ്റാർ ക്ലസ്റ്ററുകൾ. ഒരു സ്റ്റാർ ക്ലസ്റ്ററിലെ നക്ഷത്രങ്ങളെല്ലാം ഒരു നെബുലയിൽ നിന്നുമാണ് രൂപം കൊള്ളുന്നത്. ഒരു നെബുല എന്നാൽ വാതകങ്ങളും പൊടിപടലങ്ങളുടെയും ഒരു വലിയ മേഘമെന്നാണ് അർത്ഥം. ഈ മേഘങ്ങൾ ചുരുങ്ങുമ്പോൾ അതിനുള്ളിൽ നക്ഷത്രങ്ങൾ ജന്മമെടുക്കുകയും ഒരേ നെബുലയിൽ നിന്നും രൂപം കൊണ്ടതുകൊണ്ട് തന്നെ അവയെല്ലാം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ക്ഷീരപഥത്തിലെ ഭൂരിഭാഗം നക്ഷത്രങ്ങളും ഒരു സ്റ്റാർ ക്ലസ്റ്ററിൻ്റെ ഭാഗമായാണ് രൂപപ്പെട്ടത് എന്നാണ് കരുതുന്നത്. പ്രധാനമായും ഇങ്ങനെയുള്ള 2 തരം ക്ലസ്റ്ററുകളാണ് കാണപ്പെടുന്നത്. ഒന്നാമതായി ഓപ്പൺ ക്ലസ്റ്ററും രണ്ടാമതായി ഗ്ലോബുലാർ ക്ലസ്റ്ററും. ഒന്നാമതായി ഓപ്പൺ ക്ലസ്റ്ററുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓപ്പൺ ക്ലസ്റ്ററുകൾക്ക് പ്രത്യേക ആകൃതിയോ ഘടനയോ ഉണ്ടായിരിക്കുകയില്ല. ഇവയിൽ വളരെ എണ്ണം കുറഞ്ഞ നക്ഷത്രങ്ങൾ മാത്രമേ ഉണ്ടാകുകയും ചെയ്യാറുള്ളൂ. ചിലപ്പോൾ 8-10 നക്ഷത്രങ്ങൾ മുതൽ ചില സാഹചര്യങ്ങളിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ വരെ ഇവയിൽ കാണപ്പെടാറുണ്ട്. ഇവയുടെ വ്യാസമാകട്ടെ ഏകദേശം 50 പ്രകാശവർഷങ്ങൾ വരെ ആകുകയും ചെയ്യാം. നമ്മുടെ ക്ഷീരപഥത്തിൽ 1000-ലധികം ഓപ്പൺ ക്ലസ്റ്ററുകളെ നമ്മൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിയോട് ഏറ്റവും അടുത്ത ഓപ്പൺ ക്ലസ്റ്ററാണ് ഹയേഡീസ്. ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം 153 പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ 500ഓളം നക്ഷത്രങ്ങളുമുണ്ട്. ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം അത്ര ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ ഇവ വേഗത്തിൽ ചിതറിപ്പോകുവാനും സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ക്ലസ്റ്ററുകളുടെ പ്രായം താരതമ്യേന വളരെ കുറവുമാണ്. ഇവയെല്ലാം തന്നെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മാത്രം പഴക്കമുള്ളവയായിരിക്കും. പ്രപഞ്ചത്തിൻ്റെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് മൈക്രോ സെക്കൻഡുകൾക്ക് തുല്യമായ ഒന്നാണ്. ഒരു ഓപ്പൺ ക്ലസ്റ്ററിലെ നക്ഷത്രങ്ങൾക്ക് കൃത്യമായ ഒരു ഭ്രമണപഥം ഉണ്ടായിരിക്കുകയില്ല. തേനീച്ച കൂടിന് ചുറ്റും തേനീച്ചകൾ പറക്കുന്നത് പോലെ ഓരോ നക്ഷത്രവും മറ്റ് നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണ സ്വാധീനം കാരണം ഭ്രമണപഥങ്ങൾ എന്നും മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ചുറ്റുമുള്ള ഓപ്പൺ ക്ലസ്റ്ററുകളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് പ്ലെയ്ഡീസ് ക്ലസ്റ്റർ അഥവാ 7 സിസ്റ്റേഴ്സ്. ഇത് ഭൂമിയിൽ നിന്നും 444 പ്രകാശവർഷങ്ങൾക്കും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 1000-ലധികം നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും 7 നക്ഷത്രങ്ങളെ മാത്രമാണ് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനായി സാധിക്കുക. ഇവയുടെ മറ്റൊരു വകഭേദമാണ് സൂപ്പർ സ്റ്റാർ ക്ലസ്റ്ററുകൾ. ഇവ സാധാരണ ഓപ്പൺ ക്ലസ്റ്ററുകളെക്കാൾ വളരെ വലുപ്പമുള്ളവയായിരിക്കും. അവയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമിയിൽ നിന്നും 25,000 പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ആർക്കസ്. നമ്മൾ കണ്ടെത്തിയതിൽ വെച്ച് തന്നെ ഏറ്റവും സാന്ദ്രത കൂടിയ ഒരു ക്ലസ്റ്ററുമാണിത്. ഇതിലെ 10,000-ഓളം നക്ഷത്രങ്ങൾ വെറും 1 പ്രകാശവർഷം ദൂരത്തിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നു. രണ്ടാമതായുള്ള വകഭേദമാണ് ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾ. ഒരു ഓപ്പൺ ക്ലസ്റ്ററുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നാണ് ഗ്ലോബുലാർ ക്ലസ്റ്റർ. ഇവയ്ക്ക് ഏകദേശം ഗോളാകൃതിയാണ്. 10,000-കണക്കിന് നക്ഷത്രങ്ങൾ മുതൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വരെ ഇവയിലുണ്ടാകാം. ഇതിൻ്റെ വ്യാസം 100 കണക്കിന് പ്രകാശവർഷങ്ങൾ വരെയും ആകുകയും ചെയ്യാം.
ഇത്രയധികം നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലവും വളരെ ശക്തവുമാണ്. ആയതിനാൽ തന്നെ ഇവ എളുപ്പത്തിൽ ചിതറി പോകുകയുമില്ല. പല ഗ്ലോബുലർ ക്ലസ്റ്ററുകൾക്കും നമ്മുടെ ഗാലക്സിയുടെ അത്രയും തന്നെ കാൽ പഴക്കവുമുണ്ട്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ 150-ലധികം ഗ്ലോബുലർ ക്ലസ്റ്ററുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൊന്നാണ് ഒമേഗ സെന്ററി. ഇത് ഭൂമിയിൽ നിന്നും 17,000 പ്രകാശവർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 150 പ്രകാശവർഷം വ്യാസമുള്ള ഇതിൽ ഏകദേശം 1 കോടിയോളം നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗ്ലോബുലർ ക്ലസ്റ്ററുകളുടെ കേന്ദ്രഭാഗം അഥവാ കോറ് വളരെ സാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ്. അവിടെ നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം ഏതാനും പ്രകാശ മാസങ്ങൾ മാത്രമായിരിക്കും. എന്നാൽ പുറത്തേക്ക് പോകുന്തോറും ഈ സാന്ദ്രത കുറഞ്ഞ് വരികയും ചെയ്യും. ഗ്ലോബുലർ ക്ലസ്റ്ററുകൾക്ക് കൃത്യമായ ഒരു അതിര് നമുക്ക് പ്രവചിക്കുവാനായി സാധിക്കുകയില്ല. ഈ നക്ഷത്രക്കൂട്ടങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിന് ശാസ്ത്രജ്ഞർക്ക് കൃത്യമായ ഒരു ധാരണയില്ല. ചെറിയ ഗ്ലോബുലർ ക്ലസ്റ്ററുകൾ വലിയ നെബുലകളിൽ നിന്നും രൂപം കൊണ്ടതായിരിക്കാം. എന്നാൽ വലിയ ഗ്ലോബുലർ ക്ലസ്റ്ററുകൾ ചെറിയ ഗാലക്സികൾ നമ്മുടെ ഗാലക്സിയുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നായിരിക്കാം രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് ചില ഗവേഷകർ കരുതുന്നു. ഇതിന് സാധ്യതയുള്ള അനേകം തെളിവുകളും സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഒരു വലിയ സ്റ്റാർ ക്ലസ്റ്ററിൻ്റെ കേന്ദ്രത്തിൽ, പ്രത്യേകിച്ച് ഗ്ലോബുലർ ക്ലസ്റ്ററുകളിൽ ഭൂമിയെപ്പോലെ ഒരു ഗ്രഹം രൂപം കൊള്ളുവാനുള്ള സാധ്യതകൾ കുറച്ച് കുറവാണ്. അതിന് കാരണം ഈ ക്ലസ്റ്ററുകൾക്ക് കോടിക്കണക്കിന് വർഷത്തോളം പഴക്കമുണ്ട്. ആ കാലഘട്ടത്തിൽ ഗ്രഹങ്ങൾക്ക് രൂപം കൊള്ളുവാൻ ആവശ്യമായ ഹെവി എലമെൻറ്റ്സ് പ്രപഞ്ചത്തിൽ വളരെ കുറവായിരുന്നു. റോക്കി പ്ലാനറ്റുകൾ രൂപം കൊള്ളുവാനായി ഇതേ ഹെവി എലമെൻറ്റുകൾ വളരെ അത്യാവശ്യമാണ് താനും. അതിനാൽ ഇത്തരം ക്ലസ്റ്ററുകളിലെ നക്ഷത്രങ്ങൾക്ക് ചുറ്റും റോക്കി പ്ലാനറ്റുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്ന് നമുക്കും പറയാം. ഇനി അവിടെ ഒരു ഗ്രഹം രൂപപ്പെട്ടാൽ പോലും അത് നിലനിൽക്കുവാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. അനേകം നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണ സ്വാധീനം കാരണം ആ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് വേർപെട്ടു പോകുവാനോ അല്ലെങ്കിൽ നക്ഷത്രം തന്നെ അതിനെ വിഴുങ്ങുവാനോ സാധ്യതയുണ്ട്. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുത്വാകർഷണ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചുരുക്കി പറഞ്ഞാൽ, ഒരു സ്റ്റാർ ക്ലസ്റ്ററിനുള്ളിൽ ഗ്രഹങ്ങൾ രൂപം കൊണ്ടാലും അവയ്ക്ക് അധികകാലം നിലനിൽക്കുവാനായി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർ ക്ലസ്റ്ററുകളിൽ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ലഭ്യമാണെങ്കിലും അവിടെ ഒരു ഗ്രഹത്തിൽ ജീവൻ രൂപം കൊള്ളുവാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് നമുക്കത് അവിടെ ഒരു ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കുവാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും അകലേക്ക് പോകുന്തോറും ഗ്രഹങ്ങൾ രൂപം കൊള്ളുവാനുള്ള സാധ്യതകൾ ഏറി വരികയും ചെയ്യും. അങ്ങനെയെങ്കിൽ അനേകം ഗ്രഹങ്ങൾ അതിൻ്റെ അതിർവരമ്പുകളിൽ രൂപം കൊള്ളുവാനും ഒരുപക്ഷെ ജീവൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാനുമുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ് താനും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എഴുതി അറിയിക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവരും സന്തോഷത്തോടു കൂടി സുഖമായിട്ടിരിക്കുക കേട്ടോ.